റഷ്യൻ അധിനിവേശ ദക്ഷിണ ഉക്രൈനിൽ ഓർത്തഡോക്സ് വൈദികനെ റഷ്യൻ സൈന്യം അതിക്രൂരമായി കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. 59-കാരനായ ഫാദർ സ്റ്റെപ്പാൻ പൊഡോൾഷക്കാണ് കൊല്ലപ്പെട്ടത്. കെർസൺ പ്രവിശ്യയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി 13-ന് റഷ്യൻ സൈനികർ വൈദികനെ പിടിച്ചുകൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിയാൻ എത്തണമെന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഉക്രൈനിയൻ ഭാഷയിൽ ആരാധന നടത്തുകയും ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നതാണ് ഫാദർ സ്റ്റെപ്പാനെതിരെ ആരോപിച്ച കുറ്റം. 2024 ഫെബ്രുവരി മുതൽ തുടരുന്ന റഷ്യൻ അധിനിവേശത്തിന് ശേഷം 25-ലധികം വൈദികർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ചെയർമാൻ റോബർട്ട് റെഹാക് പറഞ്ഞു. നിലവിൽ വൈദികരെയും പാസ്റ്റർമാരെയും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രിത പ്രദേശമായ ഉക്രൈനിലേക്ക് മടങ്ങാൻ കഴിഞ്ഞവർ കടുത്ത പീഡനത്തിന് വിധേയരായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികരുടെ മോചനത്തിനായുള്ള ഫ്രാൻസിസ് പാപ്പായുടെ അഭ്യർത്ഥനയും റഷ്യ നിരാകരിച്ചിരുന്നു. 2022 മുതൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗുരുതരമായ അടിച്ചമർത്തൽ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ദേവാലയങ്ങൾ റെയ്ഡ് ചെയ്യുക, പ്രാർത്ഥനകൾ നടത്തുന്നത് വിലക്കുക, പിടിച്ചെടുത്ത ദേവാലയങ്ങളിലെ കുരിശുകൾ വെട്ടിമാറ്റുക തുടങ്ങിയവ നടക്കുന്നുണ്ട്. 500-ലധികം ദേവാലയങ്ങൾക്ക് ഇതിനോടകം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മതപരമായ കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും സൈനിക ആവശ്യങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നതും അന്താരാഷ്ട്ര നിയമപ്രകാരം തെറ്റാണ്. എന്നാൽ റഷ്യൻ സൈന്യം ഈ നിയമവും തെറ്റിച്ചതായി പ്രദേശവാസികൾ പറയുന്നു.